വീണ്ടും ഒരു യൂസ്ഫുൾ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പാചകം ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഗ്യാസ് കഴിഞ്ഞു പോയി. മാറ്റാന്ന് പറഞ്ഞാൽ നല്ല ടാസ്ക്കാണ് അല്ലേ? അത്ര ടാസ്ക് ഒന്നല്ല, നമ്മൾ ടാസ്ക്കാന്ന് വിചാരിക്കാം. അതുപോലെ ചെയ്യേണ്ട രീതിയിൽ ചെയ്യാത്തതുകൊണ്ടാണ് അത് ടാസ്ക്കായിട്ട് മാറുന്നത്. മെയിനായിട്ട് അതിൻ്റെ ആ ലോക്കൊന്ന് തുറക്കാൻ, ആ മൂടി ഒന്ന് മാറ്റാനാണ് ബുദ്ധിമുട്ട് നമുക്ക് എപ്പോഴും അനുഭവപ്പെടാറുള്ളത്. നമ്മൾ എന്തൊക്കെ എടുക്കും, സ്ക്രൂ ഡ്രൈവർ എടുക്കണോ, കത്തി എടുക്കണോ, പിടിച്ച് വലിക്കണോ, എന്തൊക്കെ കാണിച്ചു കൂട്ടാം. എന്നാൽ അതൊക്കെ കിട്ടാൻ നല്ല പാടാം. അപ്പോൾ അത് എളുപ്പത്തിൽ എങ്ങനെ തുറക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് ഉണ്ടാവുമല്ലോ, സീൽ ഉണ്ടാവുമല്ലോ, ആ സീല് ജസ്റ്റ് ഒരു കത്തി കൊണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് മാറ്റുക. അത് വലിയ പണിയുള്ള കേസല്ല. അടുത്തതാണ് നിങ്ങൾക്ക് മിക്കപ്പോഴും പണിയാവാറുള്ളത്, ഈ ടോപ്പ് മാറ്റാനായിട്ട്. ആക്ച്വലി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. അതൊരു ജസ്റ്റ് ഒരു ലോക്കിംഗ് സിസ്റ്റമാണ്. ആ ലോക്ക് പിടിക്കാറുണ്ട്. ഈ ഒരു ത്രെഡ് കണ്ടോ അവിടെ നമുക്ക് എന്താ വൈറ്റ് ത്രെഡ്, അതാണ് നമ്മൾ വലിക്കേണ്ടത് പിടിച്ചിട്ട്. ജസ്റ്റ് പിടിച്ചിട്ട് നോക്കുക, കണ്ടോ ത്രെഡ് ഞാൻ പിടിക്കുന്നത് അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക, മോളിക്കാക്കിയിട്ടല്ല കേട്ടോ, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. ഒറ്റ വലി ഞാൻ വലിച്ചിട്ട് വലിക്കുന്നോട് കൂടെ തന്നെ മിക്കവാറും അത് പോരും. ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഇങ്ങനെ വലിച്ച് കണ്ടോ, അത് മോളിക്ക് വന്നത് ജസ്റ്റ് പിടിച്ച് വലിച്ചാൽ മതി. അപ്പം അതങ്ങ് പോന്നു, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം വലിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. മോളിക്കായിട്ടോ അല്ലെങ്കിൽ സൈഡിക്കായിട്ടോ പിടിക്കാണ്ട് നേരെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കില്ല. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, അതേപോലെ നിങ്ങൾ പിടിച്ച് വലിച്ചാൽ മതി. നേരെയായിട്ട് പിടിച്ചിട്ട് വലിക്കുക. ഇനിയിപ്പോൾ വലിക്കുന്നോട് കൂടെ പോരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ വലിക്കുന്നോട് കൂടെ നമ്മൾ മൂടി ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുറക്കണ പോലെ നമ്മൾ ഒരു ഇങ്ങനെ പാത്രത്തിൻ്റെ മൂടി ഇങ്ങനെ മാറ്റില്ലേ, അത്രയും സ്മൂത്തായിട്ട് മാറ്റേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് ശക്തിയൊന്നും കൊടുക്കണ്ട. വലിക്കുന്നോട് കൂടെ മൂടി ഒന്ന് എടുത്ത് മാറ്റുന്ന പോലെ, പാത്രം മൂടി വെച്ച പാത്രം ഇങ്ങനെ എടുത്ത് മാറ്റണം. അത്രയും ലാഘവത്തോടെ നമുക്കത് ചെയ്യാം. വലിച്ച് ജസ്റ്റ് ഒന്നൊരു വലിച്ച് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിനാണ് നമ്മൾ ഇത്രയും കാലം കിടന്നിട്ട് പാടുപെടുന്നുണ്ടായത്. ഞാനും കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ. എത്രയോ വർഷങ്ങൾ നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടും അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ എത്ര നേരം എടുത്തിട്ടാണ് അത് റിമൂവ് ചെയ്യാറുള്ളത്. ഒന്നും ചെയ്യല്ല, സീല് പൊട്ടിക്കുക, നൂലൊന്ന് ജസ്റ്റ് വലിച്ചു പിടിക്കുക. വലിക്കുന്നോട് കൂടെ മിക്കവാറും പോരും. കുറച്ചും കൂടെ ടൈറ്റുള്ളതെന്ന് വെച്ചാൽ വലിക്കുന്നോട് കൂടെ നമ്മൾ മൂടി ഒന്ന് ജസ്റ്റ് പൊക്കി കൊടുക്കുക. ആ ലോക്കിംഗ് സിസ്റ്റം അപ്പം തന്നെ റിലീസാവും. ഇത്രേ ചെയ്യുള്ളൂ. അപ്പോൾ ശരി, ഇന്ന് ഇത്രയേ ഉള്ളൂ. പുതിയ ടിപ്പായിട്ട് പിന്നെ വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇന്നും പറയണ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ്, എന്നാലും പറ്റുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ.